പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS ലെവലുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, സമുദ്ര ഗവേഷണത്തിനായി 2013 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും പുതിയ ഉപഗ്രഹം ഏതാണ്? ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫയർ ചോദ്യമായിരുന്നു. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, സരൾ. അടുത്ത ചോദ്യം, ഭൂമിയുടെ ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും കാൽ കുത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം, ലോക പൈതൃകമായി യുനെസ്കോ അംഗീകരിച്ച ആദ്യ ഭാരതീയ നൃത്തരൂപം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, കൂടിയാട്ടം. അടുത്ത ചോദ്യം, ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ പ്രധാന വിഭാഗമായ ധ്രുപദ് ആരിലൂടെയാണ് പ്രശസ്തമായത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, മിയാൻ താൻസൻ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ദേവിക റാണി. കേരളത്തിന്റെ ഗവർണർ പദവിയും ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനവും അലങ്കരിച്ച വ്യക്തി ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, VV ഗിരി. ആൻസർ ഓപ്ഷൻ സി ആണ്, ആൻസർ ശ്രീ ശങ്കരാചാര്യർ. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എത്ര? ആൻസർ ഓപ്ഷൻ എ ആണ്, 2012 മുതൽ 2017 വരെ. 2012 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഇത് ആ സമയത്ത് ഒരു കറണ്ട് അഫയർ ചോദ്യമാണ്. നിലവിൽ 2023 ജ്ഞാനപീഠം 2 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. രാമഭദ്രാചാര്യ സംസ്കൃതം ഭാഷയിലും ഗുൽസാർ ഉറുദു ഭാഷയിലും. 2022 ദാമോദർ മൗസോ കൊങ്കണി ഭാഷയിലാണ്. 2021 നീലമണി ഫുക്കാൻ ആസാമീസ് ഭാഷയിലുമാണ്. ഒളിമ്പിക്സിൽ ആദ്യമായി വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, അഭിനവ് ബിന്ദ്ര. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എത്ര കിലോമീറ്റർ ആണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, 3212 കിലോമീറ്റർ. താഴെ പറയുന്നവയിൽ സിന്ധു നദിയുടെ പോഷക നദി അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, കോസി. ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന പർവ്വതനിര ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ആരവല്ലി. ഏത് അയൽ രാജ്യവുമായാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, ബംഗ്ലാദേശ്. ഇന്ത്യയിലെ ആദ്യത്തെ അണുവൈദ്യുത നിലയം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, താരാപൂർ. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത ഏതെല്ലാം നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ്, വാരണാസി മുതൽ കന്യാകുമാരി വരെ. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച പൈലറ്റ് ഇല്ലാത്ത ഭാരം കുറഞ്ഞ വിമാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ലക്ഷ്യ. ഇന്ത്യയിലെ പ്രമുഖ കപ്പൽ നിർമ്മാണശാലയായ ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊൽക്കത്ത. അടുത്ത ചോദ്യം, ഫിലായ് ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആരംഭിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റഷ്യ. പിൻ തീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ക്രിബ്സ് മിഷൻ. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയ്ക്കായി രൂപീകരിച്ച കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ജസ്റ്റിസ് ഫസൽ അലി. അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം കൊടുത്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബരീന്ദ്ര കുമാർ ഘോഷ്. ബരീന്ദ്ര കുമാർ ഘോഷാണ് അനുശീലൻ സമിതി എന്ന വിപ്ലവ സംഘടനയ്ക്ക് രൂപം നൽകിയത്. ചൗരി ചൗര സംഭവം ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ്, നിസ്സഹരണ സമരം. പ്രാർത്ഥനാ സമാജം രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ആത്മാറാം പാണ്ഡുരംഗ്. ജാലിയൻവാല ബാഗ് കൂട്ടക്കൊല നടന്ന വർഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 1919. താഴെ പറയുന്നവയിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾക്കെതിരായ സൈനിക നടപടി ഏതാണ്? ആൻസർ
ഓപ്ഷൻ ബി ആണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഗരീബി ഘട്ടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് 5ാം പദ്ധതി. അടിയന്തരാവസ്ഥയ്ക്കു ശേഷം 1977 നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ഇന്ദിരാഗാന്ധിയെ റായ്ബറേലി മണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് രാജ് നാരായണൻ. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന തന്റെ ഗ്രന്ഥം ജവഹർലാൽ നെഹ്റു സമർപ്പിച്ചിരിക്കുന്നത് ആർക്കാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അഹമ്മദ് നഗർ കോട്ടയിലെ സഹതടവുകാർക്ക്. ഭരണഘടനയുടെ ഏത് ഭേദഗതിയിലൂടെയാണ് മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുത്തിയത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 42ാം ഭേദഗതി. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എന്ന്? ആൻസർ ഓപ്ഷൻ ബി ആണ് 2005 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? അടുത്ത ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ് ഹൂബ്ലി. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പേരാൽ. അടുത്ത ചോദ്യം, നമ്മുടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അരബിന്ദ ഘോഷ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് ഏത് കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ചാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കൊൽക്കത്ത. നമ്മുടെ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ ഏത് രാഷ്ട്രത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് USA. ഭരണഘടന നിലവിൽ വന്ന ശേഷം ആദ്യമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത് ഏത് സംസ്ഥാനമായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് പഞ്ചാബ്. മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സുപ്രീം കോടതി. കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് വയനാട്. ഭാരതപ്പുഴയുടെ പോഷക നദി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കുന്തിപ്പുഴ. വെള്ളായണിക്കായൽ ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് തിരുവനന്തപുരം. കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് കുത്തുങ്കൽ. സ്വതന്ത്ര സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കേരളത്തിൽ ഒരുമ ബില്ലിംഗ് സമ്പ്രദായം ഏർപ്പെടുത്തിയ സ്ഥാപനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് KSEB. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഏതാണ്? ഈ ചോദ്യവും PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതം ഇത് നൽകിയിട്ടില്ല. കേരളത്തിൽ മയിലുകളുടെ സംരക്ഷണത്തിനായി ആരംഭിച്ച പക്ഷി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ചൂളന്നൂർ. കേരളത്തിന്റെ കടൽ തീരത്തിന് എത്ര കിലോമീറ്റർ ദൈർഘ്യമുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 580 കിലോമീറ്റർ ആണ്. സമുദ്ര മത്സ്യോൽപാദനത്തിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണുള്ളത്? ഈ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 2010 ഏഷ്യൻ ഗെയിംസിൽ 10,000 മീറ്റർ ഓട്ട മത്സരത്തിൽ സ്വർണം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് പ്രീജ ശ്രീധരൻ. ഇതൊക്കെ ആ സമയത്തുണ്ടായിരുന്ന കറണ്ട് അഫയർ ചോദ്യമാണ്. അയ്യങ്കാളിയുടെ ജന്മസ്ഥലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വെങ്ങാനൂർ. തൈക്കാട് അയ്യാഗുരുവിന്റെ പ്രശസ്തരായ 2 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു ശ്രീനാരായണ ഗുരു. മറ്റേത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ചട്ടമ്പി സ്വാമികൾ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിന്റെ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് ആത്മോപദേശ ശതകം. കല്യാണദായിനി സഭ രൂപീകരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് പണ്ഡിറ്റ് KP കറുപ്പനാണ് കല്യാണദായിനി സഭ രൂപീകരിച്ചത്. VT ഭട്ടതിരിപ്പാടിന്റെ ആത്മകഥ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കണ്ണീരും കിനാവും. പ്രത്യക്ഷ രക്ഷാദൈവ സഭയുടെ സ്ഥാപകൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ശ്രീകുമാര ഗുരുദേവൻ.
എൻ്റെ ജീവിത സ്മരണകൾ ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് മന്നത്ത് പത്മനാഭൻ. സ്വദേശാഭിമാനി പത്രത്തിന്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ എ ആണ് CP ഗോവിന്ദപിള്ള. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ബാരിസ്റ്റർ GP പിള്ള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് BR കൃഷ്ണൻ എഴുത്തച്ഛൻ. ആദ്യത്തെ പ്രസിഡന്റ് S നീലകണ്ഠ അയ്യർ ആയിരുന്നു. അടുത്ത ചോദ്യം, സമതല ദർപ്പണത്തിന് ബാധകമല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് പ്രകാശത്തിന് പ്രകീർണനം ഉണ്ടാകുന്നു. ബാക്കി 3 ഓപ്ഷനും സമതല ദർപ്പണത്തിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രകാശത്തെ പ്രതിപതിപ്പിക്കുന്നു, പാർശ്വിക വിപര്യം ഉണ്ടാക്കുന്നു, മിഥ്യാപ്രതിബിംബം ഉണ്ടാക്കുന്നു. മോട്ടോർ വാഹനങ്ങളിലെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് സൾഫ്യൂരിക് ആസിഡ്. സ്വതന്ത്രമായി തൂക്കിയിട്ട ഒരു ബാർ കാന്തം ഏത് ദിശയിൽ നിൽക്കും? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെക്ക് വടക്ക്. ഡൈനാമോയിൽ നടക്കുന്ന ഊർജ പരിവർത്തനം? ആൻസർ ഓപ്ഷൻ എ ആണ് യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ബയോഗ്യാസിലെ പ്രധാന ഘടകം? ആൻസർ ഓപ്ഷൻ സി ആണ് മീഥേൻ. ചരിത്രത്തിലാദ്യമായി മൂലകങ്ങളെ വർഗീകരിച്ച് ആവർത്തന പട്ടിക തയ്യാറാക്കിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മെൻഡലിയേവ്. അടുത്ത ചോദ്യം, ഊഷ്മാവ് അളക്കാനുള്ള ഉപകരണം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് തെർമോമീറ്റർ. താഴെ പറയുന്നവയിൽ സമ്പർക്കരഹിത ബലം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് മാങ്ങ ഞെട്ടറ്റ് വിടുന്നതാണ് സമ്പർക്കരഹിത ബലം. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് വ്യാഴം. അലുമിനിയത്തിന്റെ അയിര് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ബോക്സൈറ്റ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കാസർഗോഡ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് തുടയെല്ല്. ഒരു സങ്കരവർഗം പച്ചമുളക് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് അനുഗ്രഹ. ലോകത്ത് ചണം ഉൽപാദനത്തിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം? ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ. അടുത്ത ചോദ്യം, അസ്കോർബിക് ആസിഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന വൈറ്റമിൻ? ആൻസർ ഓപ്ഷൻ ബി ആണ് വൈറ്റമിൻ സി. ചിക്കൻ ഗുനിയ പനിക്ക് കാരണമാകുന്ന സൂക്ഷ്മാണു? ആൻസർ ഓപ്ഷൻ സി ആണ് വൈറസ്. താഴെ പറയുന്നവയിൽ പുനഃസ്ഥാപിക്കാൻ സാധിക്കാത്ത പ്രകൃതിവാതകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് കൽക്കരി. കാസർഗോഡ് ജില്ലയിൽ ദുരന്തം വിതച്ച കീടനാശിനി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് എൻഡോസൾഫാൻ. നമ്മുടെ നാട്ടിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഒരു ജീവിവർഗമാണ്? ഓപ്ഷൻ ബി വെരുക്. കൊതുകു നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി സ്കൂളുകളിലും വീടുകളിലും ആചരിക്കുന്ന ഒരു പരിസ്ഥിതി സംരക്ഷണ പദ്ധതിയാണ്? ഓപ്ഷൻ ബി ഡ്രൈ ഡേ. ഇത്രയുമാണ് അന്നത്തെ എക്സാമിനുണ്ടായിരുന്ന GK പോർഷനിൽ നിന്നുള്ള ചോദ്യങ്ങൾ. താങ്ക് യു.